all. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം, അതായത് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യേണ്ട ടെക്നിക്സ്, അഥവാ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യേണ്ട ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓർഗനൈസേഷനിൽ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്ത് സഹായിക്കുന്നത്, ടെക്നിക്സും മെത്തേഡ്സും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ നമ്പർ ഓഫ് ടെക്നിക്സ് ആർ അവൈലബിൾ. ഓക്കെ, കുറേ ടെക്നിക്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ദെൻ ഡബിൾ ബിൻ സിസ്റ്റം, ദെൻ സ്റ്റോക്ക് ലെവൽസ്, ദെൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം, ഇംപ്രസ്ഡ് സിസ്റ്റം, ദെൻ സിലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ. അതിൽ ABC അനാലിസിസും VED അനാലിസിസും, ദെൻ ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, നമ്മുടെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്ക് ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കൂടുതലായിട്ട് ഇൻവെൻട്രി വരുന്നതും അതേപോലെ ആവശ്യത്തിന് ഇൻവെൻട്രി ഇല്ലാതിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓർഗനൈസേഷനിൽ ഇൻവെൻട്രീസ് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. ഒരു ഒപ്റ്റിമം ലെവലിൽ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്നുള്ളതാണ്. ഇപ്പം നോക്കുക, ഇഫ് ദ ഇൻവെൻട്രി ഈസ് ടു ഹൈ, അതായത് ഓർഗനൈസേഷനിൽ ഇൻവെൻട്രിയുടെ അളവ് കൂടുതലാണെങ്കിൽ ദർ ഈസ് എ ഓവർ ഇൻവെൻട്രി അറൈസസ്. അവിടെ എന്ത് ചെയ്യും, ഓവർ ഇൻവെൻട്രി ആയിരിക്കും, അതായത് ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യും. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ എന്താണ് കുറവായിട്ടാണ് ഇൻവെൻട്രി ഉള്ളതെങ്കിൽ, ഇൻവെൻട്രി ഈസ് ടു ലിറ്റിൽ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എന്താണ് സ്റ്റോക്ക് ഔട്ട്സ് ഉണ്ടാവും. അതായത് നമുക്ക് ആവശ്യത്തിലുള്ള ഒരു സ്റ്റോക്ക് ലെവൽ നമുക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടാവില്ല. അത് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യും, ബാധിക്കും. അവിടെ എന്താണ് അണ്ടർ സ്റ്റോക്കിംഗ് ആണ് വരുന്നത്, അതായത് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് ഇല്ലാതിരിക്കും. അപ്പോൾ ഈ ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ പ്രോബ്ലവും അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ലെവൽസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. നോക്കാനി ഫോർ മെയിൻറ്റെയിനിങ് ദ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി ദ മാനേജ്മെൻറ്റ് ഫിക്സ് ദ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ്. ഓർഗനൈസേഷനിൽ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് മാനേജ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോക്ക് ലെവൽസ് ആണ് ഈ താഴെ തന്നിരിക്കുന്നതെല്ലാം. മാക്സിമം ലെവലുണ്ട്, മിനിമം ലെവലുണ്ട്, ദെൻ റീഓർഡർ ലെവൽ, ദെൻ ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഇങ്ങനെ എന്തുണ്ട്, 5 ലെവൽസ് ഉണ്ട് എന്തിന്, നമ്മുടെ സ്റ്റോക്ക് ലെവൽസിന്. അപ്പോൾ ഈ ഓരോ ലെവൽസും ഏതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് വൺ ഈസ് മാക്സിമം ലെവൽ അഥവാ സമ്മിറ്റ് ലെവൽ എന്ന് പറയും. അപ്പം മാക്സിമം ലെവൽ എന്ന് പറയുന്ന മറ്റൊരു പേരാണെന്ത്, സമ്മിറ്റ് ലെവൽ. അപ്പോൾ സമ്മിറ്റ് ലെവൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രി. ഇതെന്താണ്, ഇൻവെൻട്രിയുടെ ഏറ്റവും മാക്സിമം ആയിട്ട് അപ്പർ ലെവലാണെന്ത്, ഇത് മാക്സിമം ലെവൽ എന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ലെവൽ അബവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് എക്സീഡ്. ഈ ഒരു ലെവലിന് പുറത്തേക്ക് സ്റ്റോക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടാകാൻ പാടില്ല. അതായത് ഇവിടെ നമ്മളൊരു മാക്സിമം ലെവൽ ഓഫ് ഇൻവെൻട്രി ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിപ്പോൾ എക്സാമ്പിളായിട്ട് 100 ആണ് ഫിക്സ് ചെയ്തെങ്കിൽ 101 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻവെൻട്രി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതായത് മാക്സിമം ലെവലിൻ്റെ മുകളിലോട്ട് പിന്നെ ഇൻവെൻട്രി ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഓവർ സ്റ്റോക്കിംഗ് എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെ ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ മാക്സിമം ലെവൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാക്സിമം ലെവൽ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, അതേപോലെ ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ടോ, മെറ്റീരിയൽസൊക്കെ കൺസ്യൂം ചെയ്യുന്ന റേറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഏറ്റവും നെസസറി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്,
പിന്നെ സ്റ്റോറേജ് കോസ്റ്റ് എന്താണ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻ്റെ മാക്സിമം ലെവൽ, സ്റ്റോക്കിൻ്റെ മാക്സിമം ലെവൽ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം മാക്സിമം ലെവൽ എന്ന് പറയുന്നത് എന്താണ്, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മാക്സിമം ലെവൽ എന്താണ്, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്, ഇത് ഡയറക്റ്റ്ലി തന്നെ ക്വസ്റ്റ്യനിൽ തരും. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യൽ മാത്രമേ ഉള്ളൂ നമ്മളെ പണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെവലാണെന്ത്, മിനിമം ലെവൽ അഥവാ സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക് ലെവൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ഓൾ ടൈം. ഓർഗനൈസേഷനിൽ എല്ലാ ടൈമും സൂക്ഷിച്ച് വെക്കേണ്ട ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ മിനിമം ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാക്സിമം ലെവൽ ഫിക്സ് ചെയ്താൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, മിനിമം ലെവൽ ഫിക്സ് ചെയ്യും. ഓക്കെ, മിനിമം ലെവൽ ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിനിമം ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു ലെവലിൻ്റെ താഴോട്ടേക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ മെറ്റീരിയൽ പോകാൻ പാടില്ല. ഓക്കെ, അവിടെ അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അവിടെ നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ അഥവാ അണ്ടർ സ്റ്റോക്കിംഗ് ആയിട്ട് വരും. അണ്ടർ സ്റ്റോക്കിംഗ് ആയിട്ട് വന്നാൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മിനിമം ലെവൽ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഇടയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെറ്റീരിയൽ കൺട്രോൾ ചെയ്യേണ്ടത്. അതായത് മാക്സിമം ലെവലിൻ്റെയും മിനിമം ലെവലിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുക. ഓവർ സ്റ്റോക്കിങ്ങും പാടില്ല, അണ്ടർ സ്റ്റോക്കിങ്ങും പാടില്ല. അപ്പോൾ മിനിമം ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇതാണ് ഇക്വേഷൻ. എന്താണ്, മിനിമം ലെവൽ ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് എന്ത് ചെയ്യാണ്, റീഓർഡർ ലെവലിൽ നിന്ന് മൈനസ് ചെയ്താലാണ് നമുക്ക് മിനിമം ലെവൽ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എന്താണ്, നോർമൽ റീഓർഡർ പീരീഡ് ഉണ്ട്. അപ്പോൾ നോർമൽ റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കാൻ, അതായത് നോർമൽ കൺസംഷൻ മീൻസ് എന്താണ്, നോർമൽ കൺസംഷൻ എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിൻ്റെ ആവറേജ് ആണ്. ഓക്കെ, ദെൻ നോർമൽ ആവറേജ് റീഓർഡർ പീരീഡ്, അതായത് നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ മിനിമം റീഓർഡർ പീരീഡും മാക്സിമം റീഓർഡർ പീരീഡും തന്നാൽ നോർമൽ റീഓർഡർ പീരീഡ്, അതായത് നോർമൽ റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ്. ഓക്കെ, ദെൻ റീഓർഡർ ലെവലാണ് പറയുന്നത്. ഇത് നമ്മൾ ഓർഡറിങ് ലെവൽ എന്നാണ് പറയുക. ഓക്കെ, this is the level at which the order is placed for the fresh supply of material. When the stock of material reach this level, the stockkeeper must reorder for this material. Reorder level is fixed somewhere between the minimum level and maximum level. അതായത് ഇത് നമ്മൾ ഓർഡർ ചെയ്യേണ്ട ലെവലാണ്. അതായത് ഈ ഒരു ലെവലിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ഏതെങ്കിലും സ്റ്റോറിലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ആ ലെവലിൽ എത്തിയാൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് കീപ്പർ ആ മെറ്റീരിയൽ പിന്നെയും റീഓർഡർ ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഒരു മിനിമം ലെവലത്തിൻ്റെയും മാക്സിമം ലെവലത്തിൻ്റെയും ഒരു ബിറ്റ്വീനിലുള്ള ലെവലാണ് റീഓർഡർ ലെവൽ. ഇതിനെ നമ്മൾ ഓർഡറിങ് ലെവൽ എന്നാണ് എത്തുക. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, സ്റ്റീലാണെന്ന് വിചാരിക്കുക നമ്മുടെ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ റീഓർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്റ്റീലിന് പിന്നെയും എന്ത് ചെയ്യണം, റീഓർഡർ ചെയ്യണം, പിന്നെയും ഓർഡർ ചെയ്യണം. ഓക്കെ, അത് അങ്ങനെ ചെയ്യുന്ന ലെവലാണ് റീഓർഡർ ലെവൽ അല്ലെങ്കിൽ ഓർഡറിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഇക്വേഷൻസ് ഒന്നും തെറ്റിപ്പോവരുത്. ഇത് നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നിട്ട് ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാനായിരിക്കും തരിക. അപ്പോൾ നമ്മളോട് ഇക്വേഷൻസ് തെറ്റിപ്പോയാൽ ആകെയൊക്കെ കൊളാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം കൺസംഷനെ
മാക്സിമം റീഓർഡർ പീരീഡോടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് റീഓർഡർ ലെവൽ കിട്ടുക. അഥവാ ഇത് കൂടാതെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ഓർ മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഇനി ആവറേജ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മിനിമം ലെവലിനോട് കൂടി ആവറേജ് കൺസംഷനും ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡും കൂടി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് മിനിമം ലെവലിനെ കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുക. ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണ്? ഇത് ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവറേജ് ലെവലിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മിനിമം ലെവലാണ്. ഓക്കെ, മിനിമം കൺസംഷനോ മിനിമം റീഓർഡർ പീരീഡോ ഒന്നുമല്ല, എന്താണ്, മിനിമം ലെവലാണ്. മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി ആണെന്ത്, ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. ദെൻ ഡേഞ്ചർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. എന്താണ് ഈ ലെവലിൽ, എന്താണ്, മെറ്റീരിയൽസ് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താണ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ മെറ്റീരിയൽ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് അത്രയും സ്റ്റോക്ക് ബിലോ ആയിട്ട് പോവാം, മിനിമം ലെവലിനേക്കാളും താഴ്ന്ന് പോകുന്നതിനാണ് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അർജൻസി, എമർജൻസി ലെവൽ എന്നൊക്കെ ഇതിനെ നമുക്ക് എന്ത് പറയാം. ഡേഞ്ചർ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഓഫ് എമർജൻസി പർച്ചേസസ്. ഏത് പ്രൊഡക്റ്റാണോ നമുക്ക് എമർജൻസി ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ മാക്സിമം റീഓർഡർ പീരീഡ്. ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് ഡേഞ്ചർ ലെവൽ കിട്ടും. അഥവാ മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ട്, എന്താണ്, മിനിമം കൺസംഷനെ മിനിമം റീഓർഡർ പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്താണ് ഡേഞ്ചർ ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോക്ക് ലെവൽസ് മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ദെൻ ഒന്നും കൂടി ഉണ്ട്, എന്താ, റീഓർഡർ പീരീഡ്. നമ്മൾ കുറേ ഇക്വേഷനിൽ കണ്ടു റീഓർഡർ പീരീഡ് എന്താണ്. റീഓർഡർ പീരീഡ് എന്ന് വെച്ചാൽ ഇൻ കണക്ഷൻ വിത്ത് സ്റ്റോക്ക് ലെവൽ ദ ടേം റീഓർഡർ പീരീഡ് റെഫേഴ്സ് ടു ദ ടൈം റിക്വയേർഡ് ടു ഒബ്റ്റെയിൻ എ ന്യൂ മെറ്റീരിയൽ. ഒരു പുതിയ മെറ്റീരിയൽ വാങ്ങാനെടുക്കുന്ന ആ ടൈം, അതായത് അക്വയർ ചെയ്യാനെടുക്കുന്ന ഒരു ടൈം ഉണ്ട്. അതായത് എന്താണ്, ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് റിക്വയേർഡ് ബിറ്റ്വീൻ പ്ലേസിങ് ആൻ ഓർഡർ ആൻഡ് ആക്ച്വൽ റിസീപ്റ്റ്സ് ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യണം, അത് റെസീപ്റ്റ് ചെയ്യണം, അതായത് നമുക്കത് കിട്ടണം. ആക്ച്വൽ റെസീപ്റ്റ് കിട്ടുന്ന വരെയുള്ള ഈ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഇതിപ്പം ഞാൻ സ്റ്റീൽ വേണമെന്ന് ഓർഡർ ചെയ്തു, അത് വേണ്ട അതായത് സ്റ്റീൽ ഉണ്ടാകുന്ന സ്ഥലത്തു നിന്നും നമ്മളത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ റെസീപ്റ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ അത് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടുന്ന വരെയുള്ള ആ ടൈം. ഓക്കെ, അതാണ് റീഓർഡർ പീരീഡ്. ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ലെവൽസ് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്, സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോർ ദ ലാസ്റ്റ് ഇയർ കാൽക്കുലേറ്റ് ദ സ്റ്റോക്ക് ലെവൽസ്, മാക്സിമം യൂസേജ് ഇൻ മന്ത്. ഓക്കെ, മാക്സിമം യൂസേജ് ഇൻ മന്ത് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം കൺസംഷൻ ആണ്. ഓക്കെ, മാക്സിമം കൺസംഷൻ ആണ് മാക്സിമം യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതെത്രയാണ്, 300 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. പിന്നെ മിനിമം യൂസേജ് ഇൻ മന്ത്, ദെൻ അതെന്താണ്, മിനിമം കൺസംഷൻ ആണ്. ഓക്കെ, അതെത്ര തന്നിട്ട് 200 നമ്പേഴ്സാണ് തന്നത്. പിന്നെ ആവറേജ് യൂസ് ഇൻ മന്ത്, അതായത് ആവറേജ് കൺസംഷനും തന്നിട്ടുണ്ട്. അത് 225 ആണ് നമുക്ക് തന്നത്. പിന്നെ തന്നിട്ടുള്ളത് ടൈം ലാഗ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ. ടൈം ലാഗ് തന്നിട്ടുണ്ട്, നോക്കാം. മാക്സിമം തന്നിട്ടുള്ളത് 6 മന്താണ്, മിനിമം തന്നിട്ടുള്ളത് 2 മന്താണ്. അപ്പം മാക്സിമം റീഓർഡർ പീരീഡും മിനിമം റീഓർഡർ പീരീഡും ആണ് തന്നിട്ടുള്ളത്. മാക്സിമം റീഓർഡർ പീരീഡ് തന്നത് 6ഉം മിനിമം റീഓർഡർ പീരീഡ് തന്നിട്ടുള്ളത് 2 ആണ്. ദെൻ റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത് എത്രയാണ്, 750 നമ്പേഴ്സാണ് നമുക്ക് റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ സ്റ്റോക്ക് ലെവൽസ്.
സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ മുന്നേ ഉള്ള ഒക്കെ ഇക്വേഷനിൽ നോക്കിയാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ഇക്വേഷനിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? റീഓർഡർ ലെവൽ എന്ന് പറയുന്ന സാധനം അല്ലേ? ഈ ഒരു റീഓർഡർ ലെവൽ ഇവിടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് മിനിമം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഉണ്ട് എന്താണ്? ഒരു റീഓർഡർ ലെവൽ. തന്നെ റീഓർഡർ ലെവൽ വേണ്ട, അപ്പോൾ രണ്ടെണ്ണത്തിൽ റീഓർഡർ ലെവലുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി ഒരു മാക്സിമം കൺസംഷൻ, അതായത് മാക്സിമം ലെവലും മിനിമം ലെവലും കണ്ടുപിടിക്കണമെങ്കിൽ എന്തായാലും റീഓർഡർ ലെവൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യുക? സൊല്യൂഷനിൽ ഇത് സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ റീഓർഡർ ലെവലാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷനാണ് എന്ത്? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് അല്ലേ? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡാണ് എന്ത്? ഫസ്റ്റ് ഇക്വേഷൻ, റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിന്ന് നമ്മൾ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കുകയാണ്. ഈക്വൽ ടു മാക്സിമം കൺസംഷൻ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? മാക്സിമം യൂസേജ് ഇൻ മന്ത് എന്ന് തന്നിട്ടുണ്ട്. എത്ര? 300. അതാണ് നമ്മുടെ മാക്സിമം കൺസംഷൻ. ദെൻ എന്താണ് നെക്സ്റ്റ്? മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം റീഓർഡർ പീരീഡ് തന്നിട്ടുണ്ട്. എത്ര? മാക്സിമം, അതായത് ടൈം ലാഗ് ഫോർ പ്രൊക്യൂർമെൻറ്റ് എന്നൊക്കെ പറയുന്നത് പീരീഡാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് 6 മന്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീഓർഡർ പീരീഡ് കാണുന്നത് എങ്ങനെയാണ്? 300 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1800 നമ്പേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റീഓർഡർ ലെവൽസിനെ എഴുതുക. അപ്പം 1800 നമ്പേഴ്സ് കിട്ടും. ഓക്കെ. ദെൻ മാക്സിമം ലെവലാണ് നെക്സ്റ്റ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? റീഓർഡർ ലെവൽ കണ്ടുപിടിച്ചു. എത്ര? 1800. അപ്പം നമ്മുടെ റീഓർഡർ ലെവൽ എത്രയാണ്? 1800 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 750. ഓക്കെ. ദെൻ മൈനസ് ഈ ബ്രാക്കറ്റ് ഇടണം. അത് മിനിമം കൺസംഷൻ എന്ന് പറഞ്ഞാൽ മിനിമം യൂസേജ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ്? 200 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 2. അപ്പോൾ ഇത് ചെയ്യുക, ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ചെയ്തിട്ട് ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. ദെൻ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. അതിൽ 1800 പ്ലസ് 750 ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 2150 നമ്പേഴ്സ് കിട്ടും. ഓക്കെ. 2150 കിട്ടും. എന്ത്? നമ്മുടെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് മിനിമം ലെവലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മിനിമം ലെവൽ. അപ്പം മിനിമം ലെവലിൻ്റെ ഇക്വേഷൻ എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു എന്താണ്? നോർമൽ റീഓർഡർ പീരീഡാണ്. ഓക്കെ. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡാണ് കേട്ടോ. അപ്പോൾ നോർമൽ കൺസംഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പം നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ്? മിനിമം ലെവൽ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് റീഓർഡർ ലെവലും നോർമൽ കൺസംഷനും നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് നോർമൽ റീഓർഡർ പീരീഡ് ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോർമൽ റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കും. അപ്പോൾ എന്താണത്? മാക്സിമം റീഓർഡർ പീരീഡ് പ്ലസ് മിനിമം റീഓർഡർ പീരീഡ്. അപ്പം ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എത്രയാണ്? നോർമൽ റീഓർഡർ പീരീഡ് കിട്ടും. എത്ര കിട്ടും? 4 മന്ത് എന്ന് കിട്ടും. ഓക്കെ. 4 മന്ത് കിട്ടി. ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തേത് റീഓർഡർ ലെവൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 1800 ആണ് റീഓർഡർ ലെവൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1800 മൈനസ് നോർമൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ആവറേജ് യൂസാണ്. അപ്പം ഇൻറ്റു 225 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. 4 കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും?
എത്ര കിട്ടും? 900 നമ്പേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, 900 നമ്പേഴ്സ്. ദെൻ ലാസ്റ്റ് സ്റ്റോക്ക് ലെവലാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം. മിനിമം ലെവൽ നമുക്ക് എത്രയാണ്? നമ്മൾ മിനിമം ലെവൽ എത്ര കണ്ടുപിടിച്ചു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ മിനിമം ലെവൽ ഇപ്പോൾ നമ്മൾ 900 നോക്കി, അതായത് 900 നമുക്ക് മിനിമം ലെവൽ കിട്ടി. അപ്പോൾ മിനിമം 100 900 പ്ലസ് 1/2 പ്ലസ് 1/2 ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര? 750. അപ്പം ഇൻറ്റു 750 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടും? 1275 നമ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ലെവൽസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾ തന്നെ സ്വന്തം ഒന്നുകൂടി ചെയ്ത് നോക്കുക. എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം നല്ല രീതിയിൽ വായിക്കണം, പിന്നെ ഇക്വേഷൻസ് തെറ്റാതെ സൂക്ഷിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. മാക്സിമം ലെവൽ, മിനിമം ലെവൽ ആൻഡ് റീഓർഡർ ലെവൽ, ആവറേജ് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടെക്നിക്സുമായിട്ട് നെക്സ്റ്റ് മെറ്റീരിയൽ ടെക്നിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.